Hi students, how are you all? അപ്പോൾ നമ്മൾ മണി മാത്ത് 2 റിവിഷൻ ക്ലാസ് കഴിഞ്ഞു. ഇനി 3ാമത്തെ റിവിഷൻ ക്ലാസ്സിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്കൗണ്ട് ആണ്. ഈ ഡിസ്കൗണ്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കുള്ള വരാൻ സാധ്യത ഉള്ള ഒരു ഏരിയ ആണ് ഈ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഡിസ്കൗണ്ട്, എങ്ങനെ ഡിസ്കൗണ്ട് കാണാം എന്നുള്ളതൊക്കെയാണ് ഈ ക്വസ്റ്റ്യനിൽ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്കൗണ്ട് കാണാൻ വലിയ ഇതുള്ള കാര്യമൊന്നുമല്ല. ഡിസ്കൗണ്ട് കാണാൻ സിമ്പിളാണ്. എങ്ങനെ ഡിസ്കൗണ്ട് കാണുന്നത്? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാൻ ക്വസ്റ്റ്യൻ വരുന്നു കേട്ടോ. അപ്പോൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാനുള്ള ഒരു ഇതുണ്ട്, അത് ഞാൻ അവിടെ എഴുതിയിട്ടില്ല. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാനാണെങ്കിൽ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ്. അതായത് മാർക്ക് നിൽക്കുന്ന പ്രൈസ് ഡിസ്കൗണ്ട് ആണല്ലോ, മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. അതായത് നമുക്ക് എന്ത് കിട്ടും? ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലേ. ഫോർ എ ഷോപ്പ്, ഇത് ഡിസ്കൗണ്ട് കാണുന്ന ക്വസ്റ്റ്യനാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഇത് എഴുതിയെടുത്തില്ല ഇപ്പോൾ ഇത് എഴുതിയെടുത്താണ് ജസ്റ്റ് പറഞ്ഞത് മാത്രം. ഫോർ example, in a shop, a shirt normally sold for Rs 500 rupees. Given 20% discount means that customer can get it for 20% less than 500 rupees, that is. അതായത് ഒരു ഷോപ്പിൽ നിങ്ങൾ പോയപ്പോൾ ഒരു ഷർട്ടിന് വില 500 രൂപയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു എനിക്ക് 500 രൂപ എനിക്ക് തരാനില്ല, ആ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ കടക്കാരൻ പറഞ്ഞു എന്ത്, ഞാൻ 20% എന്ത് ചെയ്യാം ഡിസ്കൗണ്ട് തരാം, ബാക്കി പൈസ തന്നാൽ മതി പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ എത്ര രൂപ കൊടുക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. ബട്ട് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് തന്നിട്ടുള്ളത് അല്ലേ. ഒരു ഡിസ്കൗണ്ട് തന്നിട്ടുള്ളത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? ഡിസ്കൗണ്ട് എമൗണ്ട് ആണ് കണ്ടെത്തുന്നത്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 20% തന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യന് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാൻ തരും, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് എമൗണ്ട് കാണാൻ തരും. അപ്പോൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാൻ തരാൻ ഡിസ്കൗണ്ട് എമൗണ്ട് വന്നിട്ടുണ്ടാവും. ഡിസ്കൗണ്ട് എമൗണ്ട് കാണാൻ തരാണെങ്കിൽ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടാവും, മറ്റേ കണ്ടെത്തിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇവിടെ തന്നെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് വന്നിട്ടുണ്ട്. സിമ്പിളാണ്, അത് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ ആ ഷർട്ടിൻ്റെ നോർമൽ പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 500 റുപ്പീസാണ് എന്ത് ആ ഷർട്ടിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രൈസ്. എത്ര പെർസെൻറ്റ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്? 20% ആയിട്ട് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ആഫ്റ്റർ ഡിസ്കൗണ്ട് അല്ലേ, പ്രൈസ് ആഫ്റ്റർ 20% ഡിസ്കൗണ്ട് ഈസ് ഈക്വൽ ടു 500 ഇൻറ്റു 20/100 അല്ലേ. 20% 20/100 അല്ലേ. അപ്പോൾ വെട്ടി ചെറുതാക്കുമ്പോൾ എന്തുണ്ടാവും? 5 ഇൻറ്റു 20 ഈസ് ഈക്വൽ ടു 100 റുപ്പീസാണ് എന്ത് ആ ഷർട്ടുമ്പോൾ അവനക്ക് കുറച്ച് കിട്ടുന്നത് അല്ലേ. 100 റുപ്പീസാണ് അവൻ വാങ്ങിയ ഷർട്ടിൽ അവന് ഡിസ്കൗണ്ട് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 500 മൈനസ് 100 ഈസ് ഈക്വൽ ടു 400 റുപ്പീസ്. ദാറ്റ് ബാലൻസ് എമൗണ്ട് ഓൺലി ഹാവ് ടു പേ ഫോർ ദാറ്റ് ഷർട്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ഡിസ്കൗണ്ട് പറഞ്ഞത്. അപ്പോൾ ഇനി ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാനുള്ള ക്വസ്റ്റ്യനും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ഡിസ്കൗണ്ട് എമൗണ്ട് കാണാനുള്ള ക്വസ്റ്റ്യൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്തു. ഇനി ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എങ്ങനെ കാണാമെന്നൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം കേട്ടോ. അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. എ ഷോപ്പ് ഓഫേഴ്സ് ആൻ ഇലക്ട്രിക് അയൺ ഫ്രീ വിത്ത് ഫ്രിഡ്ജ്. ബാക്കി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതിന് മുന്നേ അവിടെ ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വിടില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നത് മുന്നേ നോക്കി സംഭവങ്ങളല്ലേ. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വിടാം കേട്ടോ. 2 ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം, ബുദ്ധിമുട്ടുള്ള. എ ഷോപ്പ് ഓഫേഴ്സ് ആൻ ഇലക്ട്രിക് അയൺ ഫ്രീ വിത്ത് ഫ്രിഡ്ജ്. ഒരു ഷോപ്പ് ഓഫർ ചെയ്ത് ഒരു ഫ്രിഡ്ജ് വാങ്ങാൻ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ഇലക്ട്രിക്കിൻ്റെ അയൺ ബോക്സ് നിങ്ങൾക്ക് ഫ്രീ കിട്ടുമെന്ന് പറഞ്ഞൊരു ഷോപ്പ് ഓഫർ കൊടുത്തു. They sell the fridge for Rs 9,000 rupees and the iron for Rs 1,000 rupees. അവർ 9,000 രൂപയ്ക്കാണ് സാധാരണ രീതിയിൽ ഫ്രിഡ്ജ് വിൽക്കാറുള്ളത്. 1000 രൂപയ്ക്കാണ് സാധാരണ വിൽക്കാറുള്ളത് ഈ അയൺ ബോക്സ് വിൽക്കാറുള്ളത്. If 20% profit is to be got on this deal, what should be the selling price of the fridge? അവർക്ക് എന്ത് വേണം? ഈ കച്ചവടത്തുമായിട്ട് അവർക്ക് എന്ത് വേണം? 20% പ്രോഫിറ്റ് വേണം. നഷ്ടം വരാൻ പാടില്ല. പക്ഷേ ഇവർക്ക് എന്ത് ചെയ്യണം? ഈ സാധനത്തിന് കൂടെ ഈ അയൺ ബോക്സ് ഫ്രീ കൊടുക്കുകയും വേണം. ഇവർക്ക് ആ അയൺ ബോക്സിൻ്റെ ആ ഫ്രിഡ്ജിൻ്റെ പൈസ കിട്ടുകയും വേണം. ആ പൈസ മാത്രം കിട്ടിയാൽ പോരാ, അതിൻ്റെ കൂടെ 20% പ്രോഫിറ്റും കിട്ടണം.
20% പ്രോഫിറ്റും കിട്ടാം. അവർ സാധാരണ രീതി വിൽക്കുന്നത് എത്രയാണ്? ആ സെല്ലിംഗ് ദ ഫ്രിഡ്ജ് ഫോർ 9,000 rupees ആൻഡ് അയൺ ഫോർ hours 1,000 rupees. അപ്പോൾ 10,000 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ്. ആ 10,000 രൂപയിൽ അവർക്ക് എന്ത് വേണം? 20% പ്രോഫിറ്റും വേണം, പിന്നെ ആ ഫ്രിഡ്ജ് അയൺ ബോക്സ് വെറുതെ കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മൾക്ക് തന്നിട്ടുള്ള സംഭവം ആദ്യം ബോർഡിലേക്ക് മാറ്റി എഴുതാം. എന്താ തന്നിട്ടുള്ളത്? സെല്ലിംഗ് പ്രൈസ് ഓഫ് ദി ഫ്രിഡ്ജ് അല്ലേ, എത്രയാ? ഫ്രിഡ്ജ് ഫുൾ ചെയ്യുന്നില്ല, 9,000 rupees ആണ് അല്ലേ. ദെൻ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദി അയൺ ബോക്സ് ആണെങ്കിലോ ഈസ് ഈക്വൽ ടു 1,000 rupees. അപ്പോൾ ഇത് രണ്ടും കൂടി വിൽക്കുകയാണെങ്കിൽ 10,000 രൂപയ്ക്ക് എന്ത് ചെയ്യണം? അവർക്ക് സാധനം വിൽക്കണം. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 10,000 രൂപയ്ക്ക് ഫ്രിഡ്ജിന് മാത്രം വിലയിടാൻ പറ്റില്ല. ഇത് രണ്ടും കൂടി വിൽക്കുമ്പോൾ 10,000 രൂപയാവില്ല. അപ്പോൾ ഫ്രിഡ്ജിന് 9,000 രൂപ ആദ്യം വില ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? അവർക്ക് ഈ അയൺ ബോക്സ് ഫ്രീ കൊടുക്കണമെങ്കിൽ ആ അയൺ ബോക്സിൻ്റെ പൈസയും കൂടി എന്ത് ചെയ്യണം? ഫ്രിഡ്ജിൽ അവർ കയറ്റിയിടണം, അതായത് കൂട്ടിയിടണം, എന്നാലും മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് 20% പ്രോഫിറ്റും ഇവർക്ക് വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ 20% പ്രോഫിറ്റ് വേണം. അതായത് 10,000 rupees എന്ത് വേണമെങ്കിൽ 20% എക്സ്ട്രാ പൈസയും കിട്ടണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര രൂപയാണ് ആ ഫ്രിഡ്ജിൽ മാർക്ക് ചെയ്യേണ്ട പൈസ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ, ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 10,000 rupees വരുന്നത്. ഈ 10,000 rupeesന് 20% അവർക്ക് വേണം, പ്രോഫിറ്റ് വേണം. അപ്പോൾ നമുക്ക് നോക്കാം. പ്രോഫിറ്റ് എമൗണ്ട് ഈസ് ഈക്വൽ ടു, ഞാൻ ഒരു സ്പീഡ് പോകുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവണോ എനിക്ക് പെടുത്തുന്നില്ല, അത് നോക്കിയെടുക്കാം. 10,000 rupees 10,000 into 20/100 ഈസ് ഈക്വൽ ടു, ഇത് വെട്ടിപ്പോയി കഴിഞ്ഞാൽ 100 into 20 ഈസ് ഈക്വൽ ടു എത്രയാ? 2,000 അല്ലേ വരിക? 2,000 അല്ലേ. അപ്പോൾ 2,000 rupees ഇവർക്ക് എക്സ്ട്രയും വേണം. അപ്പോൾ 2,000 എക്സ്ട്രയും വേണമെങ്കിൽ 10,000 rupees plus 2,000 ഈസ് ഈക്വൽ ടു 12,000 rupees എന്ത് ചെയ്യണം? ഇവരെ ആ സാധനത്തിന് മൊത്തം അടയ്ക്കണം എന്നാണ് പറയുന്നത് അല്ലേ. അങ്ങനെ അടയ്ക്കുകയാണെങ്കിൽ അപ്പോൾ ഈ 12,000 rupees എന്ത് ചെയ്യണം? അവർ വിൽക്കാൻ പോകുന്ന ഫ്രിഡ്ജിൽ അവർ മാർക്കറ്റ് പ്രൈസ് കിട്ടണം, എന്നാൽ മാത്രം അവർക്ക് അത്ര പൈസ സാധനം വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഫ്രിഡ്ജ് ഈസ് ഈക്വൽ ടു എത്രയാ? 12,000 rupees. ഈ 12,000 rupees മാർക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് ഈ ഫ്രിഡ്ജിൻ്റെയും അയൺ ബോക്സിൻ്റെയും പിന്നെ 20% പ്രോഫിറ്റും കിട്ടുള്ളൂ. ഈ 12,000 rupees വരെ ഈ ഫ്രിഡ്ജ് മാർക്ക് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം? ഈ അയൺ ബോക്സ് ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. കാരണം അതിൻ്റെ പൈസ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? അതിന് കൂടെ കൂട്ടി അവർ മുന്നേ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ആ പൈസക്ക് നഷ്ടവും വരില്ല. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുവരെ പഠിച്ച കാര്യം ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അതിപ്പോൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജുള്ള ഇക്വേഷൻ പഠിച്ചു, ഡിസ്കൗണ്ട് കാണാൻ പഠിച്ചു, ലോസ് പെർസെൻറ്റേജ് കാണാൻ പഠിച്ചു, പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാൻ പഠിച്ചു, പിന്നെ പ്രോഫിറ്റ് കാണാൻ പഠിച്ചു, ലോസും കാണാൻ പഠിച്ചു. ഇതിൻ്റെ ഇക്വേഷൻ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് പ്രോഫിറ്റ് കാണുന്നത്? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു, അതായത് നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങിയ സാധനം 12 രൂപയ്ക്ക് അതാണ് പ്രോഫിറ്റ്, 2 രൂപ കിട്ടുന്നതാണ് പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്, SP മൈനസ് CP ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ്, കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു ലോസ്. കറക്റ്റാണല്ലോ. അടുത്തത് ഏതായിരുന്നു? ലോസ് പെർസെൻറ്റേജ് അല്ലേ. ലോസ് പെർസെൻറ്റേജ് കാണാൻ എന്ത് ചെയ്താൽ മതി? ലോസ് എത്രയാണോ നഷ്ടം, ആ നഷ്ടം വന്നത് ആദ്യം കണ്ടെത്തണം. ആ നഷ്ടമാണെങ്കിൽ നഷ്ടം കണ്ടെത്തിയിട്ട്, ലോസ് ആണ് ലോസ്, പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റ്. അപ്പോൾ എത്ര രൂപയാണ് ലോസ് വന്നത്, ആ ലോസ് നമ്മൾ ആദ്യം കണ്ടെത്തുക. ആ ലോസ് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക? അതിൽ നിന്നും ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ്, എത്രയാണോ സാധനത്തിന് വാങ്ങിയ വില, വിറ്റ വില വാങ്ങിയ വില എത്രയാണോ, കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ സാധനത്തിൻ്റെ ലോസ് പെർസെൻറ്റേജ് കിട്ടും. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് വേണമെങ്കിലോ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് പെർസെൻറ്റേജും കിട്ടും. അങ്ങനെയാണ് പറയുന്നത്. ഇനി അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റും ഇൻട്രസ്റ്റ് റേറ്റും അതും കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അത്രയും തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ കാര്യമായിട്ട്. അപ്പോൾ ഇനി ഒരു ക്ലാസ് അല്ലെങ്കിൽ 2 ക്ലാസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കും. പിന്നെ പറയാനുള്ളത് എന്താണ്? അത്രയൊക്കെ തന്നെ നമുക്കിനി കൂടുതലായി ഡിസ്കസ് ചെയ്യാനുള്ളൂ. പിന്നെ വലിയ കാര്യമായിട്ടൊന്നുമില്ല ഈ ചാപ്റ്ററിൽ. അതോടുകൂടി ഈ ചാപ്റ്റർ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ചാപ്റ്ററിന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വിട്ട് കളയരുത്. എല്ലാ ക്വസ്റ്റ്യനും പക്കയായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഈ റിവിഷൻ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഞാൻ വിട്ടു തരും. ഒരു എഴുതിയിട്ടാണ്, PDF അല്ല, എഴുതിയിട്ട് ക്വസ്റ്റ്യൻ ചുമ്മാ എഴുതിയിട്ട്
ഞാൻ നിങ്ങൾ ഈ വീഡിയോയുടെ ബാക്കിൽ എല്ലാ ഇന്നെടുത്ത ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട് 2-3 ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾ ക്വസ്റ്റ്യൻസ് വിട്ടു തരും. ആ വിട്ടു തരുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. കിട്ടുന്നുണ്ടോ, നിങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു എന്നാണ് അർത്ഥം. എവിടെ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുപോലെ എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കുക, നല്ലപോലെ ക്ലാസ് കേൾക്കുക, ഹോംവർക്ക് തരുന്നൊക്കെ ചെയ്യുക. അതൊന്നും ഒരു മുടക്കം വരുത്തരുത് അതിലൊന്നും. അപ്പോൾ അത് നന്നായിട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഒരു 2 ടോപ്പിക്കും കൂടി എടുക്കാനുണ്ട്. ഇൻട്രസ്റ്റ് ആയിട്ടും പിന്നെ 2 ക്വസ്റ്റ്യൻസും ജസ്റ്റും ഡിസ്കസ് ചെയ്യണോട് കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്റർ ശേഷം തീർന്നു. ആ മണി മാത്ത് നമ്മൾ ഈ ചാപ്റ്റർ മണി മാത്ത് എന്ന് പറഞ്ഞ ചാപ്റ്റർ ശേഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഓക്കെ, താങ്ക് യു. സീ നെക്സ്റ്റ് ക്ലാസ്.